പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മെ കാത്തു സൂക്ഷിക്കുന്ന കർത്താവിന് നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് അവൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്കൊക്കെ വളരെ സുപരിചിതമായൊരു അധ്യായമാണ് യെശയ്യാവ് 45. എന്നാൽ യെശയ്യാവ് 45 അധ്യായം ഞാൻ 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിൻ്റെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുവിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല എന്ന് ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിൻ്റെ അര മുറുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ചില വാക്യങ്ങളാണ് വായിച്ചത്. നിങ്ങൾ താഴെ 13-ാമത്തെ വാക്യം വരെ വായിക്കുന്നത് നല്ലതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ പറയുന്നത് ഈ നാളിൽ മിക്കവരുടെയും ഒരു പതിവാണ്. സാധാരണ പറയുന്നത് ഐ ആം സ്ട്രോങ്, ഐ ആം വേർത്തി, ഐ അക്സെപ്റ്റ് മൈസെൽഫ് ആസ് ഐ ആം. ഇതൊക്കെയല്ലേ. ഇതുകൊണ്ടൊന്നും ദോഷമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ദിസ് മൈറ്റ് ബി ഹാംലെസ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് ഇതിലുമധികം വലിയ കാര്യങ്ങൾ, തിരുവചന സത്യങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മൾ യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മേലുള്ള കൺട്രോളും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം നമുക്ക് വേണ്ടി ഒരാൾ ഏറ്റെടുക്കുമെന്നുള്ള ഉറപ്പുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ കാണണം. സത്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു റോളുള്ളത് നമ്മുടെ ദൈവത്തിനാണ്. എന്നാൽ മനുഷ്യരിൽ പലരും സംഗതികൾ ദൈവത്തെ ഏൽപ്പിക്കാതെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ നോക്കുന്നു. ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ പാപം മാനവകുലത്തിനകത്ത് കയറിയേ പിന്നെ നാം തന്നെ ഓരോ റൂളുകളുണ്ടാക്കും. വി വോണ്ട് ടു ബി ഇൻ ചാർജ് ഓഫ് അവർ ഓൺ ലൈഫ്. നമ്മുടെ സ്വന്തം ജീവിതത്തെ നാം തന്നെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കും. തോന്നുന്നുണ്ടോ കുഞ്ഞേ, നീ ഒരു ബെറ്റർ റൂളറായിരിക്കുമെന്ന്? നിൻ്റെ നമുക്ക് പെർഫെക്റ്റായിട്ട് ജസ്റ്റ് ലവിങ് ഹെവൻലി ഫാദർ ഉള്ളപ്പോൾ അതിനേക്കാൾ നല്ലതാകാൻ നിനക്ക് ഒരിക്കലും കഴിയത്തില്ല. നമ്മളല്ല. അതാണ് സിമ്പിൾ ആൻസർ. റിബല്യസ് ആയിട്ടുള്ള രാജാക്കന്മാർ ഇസ്രയേലിനെ ഭരിച്ചപ്പോൾ ഇസ്രയേൽ മക്കൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവം ഈ ലോകത്തിലെ മാനുഷിക നേതാക്കന്മാരെക്കുറിച്ച് തൻ്റെ ജനത്തെ പഠിപ്പിച്ചിരുന്നു. പക്ഷെങ്കിൽ അവരതിനൊന്നും ചെവി കൊടുത്തിട്ടില്ല. പക്ഷെങ്കിൽ പാപം ചെയ്യുമ്പോൾ വീണ്ടും നിലവിളിക്കും, കഷ്ടതയിലാകുമ്പോൾ വീണ്ടും നിലവിളിക്കും, ദൈവം പിന്നെയും വിടുവിക്കും. ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവമാണ് സർവശക്തൻ. ഈ ഹോൾ ലോകത്തെ, ഈ സകല അഖിലാണ്ടത്തിൻ്റെയും ഉടയവൻ നമ്മുടെ ദൈവമാണ്. എല്ലാ സമയവും അവൻ തന്നെ ആയിരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ റീച്ചിലില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. നിനക്ക് നിൻ്റെ മുഴുവൻ ട്രസ്റ്റും അവൻ്റെ മേൽ വെക്കാൻ പറ്റത്തില്ലേ? നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ, ദൈവം കോരശിനെ വിളിക്കുക, എന്നിട്ട് പറയുക, ഹീ വിൽ പ്രോസ്പർ ഹിം സോ ഹി വിൽ നോ ഗോഡ് ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ കഷ്ടതയിലായപ്പോൾ, സംഗതികളൊക്കെ അവരുടെ കൺട്രോളിനപ്പുറം പോയപ്പോൾ ദൈവം അപ്പോഴും സർവശക്തൻ തന്നെ. അവർക്ക് ദൈവത്തെ ആശ്രയിക്കാമായിരിക്കും.
പക്ഷെ അവർ പൂർണ്ണമായി ആശ്രയിച്ചോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. പോസിറ്റീവ് മോർണിംഗ് അഫർമേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പൂർണ്ണ ആശ്രയം ദൈവത്തിലിട്ടുകൊണ്ട് ദൈവത്തിനെ സർവശക്തനായിട്ട്, സർവ്വവ്യാപിയായിട്ട്, സർവജ്ഞാനിയായിട്ട് കണ്ടുകൊണ്ട് വേണം നമ്മൾ പറയാൻ. ദൈവം മുഖേനേ ഉള്ളൂ, സകലതും അവനാലാണ്, അവൻ മൂലവുമാണ്. ഗോഡ് ഈസ് സോവറിൻ. അപ്പം ദൈവം സ്നേഹമാണ്, ദൈവം നമുക്ക് സമാധാനം തരുന്നവന്, ദൈവം സോവറിന്, സർവശക്തനായ ദൈവവും അവന്. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ്റെ ഗുണം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. അതുപോലെ ഗോഡ്സ് സ്റ്റെഡ് ഫാസ്റ്റ്നെസ്. ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കിയാലും അതിനൊരു ഉറപ്പില്ല, എല്ലാം കുലുങ്ങിപ്പോകുന്നത്. എന്നാൽ ദൈവീയ കാര്യങ്ങളൊക്കെ വളരെ ഉറപ്പുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു ചേഞ്ച്. നമ്മുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ, ഒരു വാഗ്ദത്തം നമുക്ക് തന്നാൽ ഉവ്വെന്ന് പറഞ്ഞാൽ അത് ഉവ്വെന്ന് തന്നെയാണ്. അതായത് നമ്മളും അങ്ങനെ ആയിരിക്കണം. ഫേം ഇൻ ബിലീഫ്, നമ്മുടെ വിശ്വാസത്തിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. ഫേം ഇൻ ഡിറ്റർമിനേഷൻ, നമ്മുടെ തീരുമാനങ്ങളിൽ, നിലപാടിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. ഞാൻ പറയട്ടെ, നമ്മൾ ഇമ്മൂവബിൾ ആൻഡ് ലോയലായിരിക്കണമെന്നാണ് അതിൻ്റെ എളുപ്പത്തിൽ പറഞ്ഞാലുള്ള അർത്ഥങ്ങൾ. ഏത് വിധത്തിലാണെങ്കിലും ദൈവം നമുക്ക് സമാധാനം തരും. എന്നാൽ ആ സമാധാനത്തിൽ നമുക്ക് റിലൈ ചെയ്യുവാൻ കഴിയണം. നമ്മൾ ചിലപ്പോഴൊക്കെ ആശ്രയിക്കും, ദൈവവചനത്തിൽ ആശ്രയിക്കും. ദൈവം ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കും. എല്ലാ സൃഷ്ടിയുടെയും മേൽ അവൻ രാജാവായി വാഴുന്നുവെന്ന് നമ്മൾ സമ്മതിക്കും. അവൻ്റെ ഫൗണ്ടേഷൻ, അടിസ്ഥാനം പെർഫെക്റ്റാണ്, അത് സോളിഡാണ് എന്ന് നമ്മൾ സമ്മതിക്കും. പക്ഷെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ ഫൗണ്ടേഷൻ, ഓരോ ദിവസത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്തായിരിക്കണം? നമ്മുടെ റുട്ടീനായിരിക്കണം. ക്രൈസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റുട്ടീൻസ്. നമ്മുടെ ഓരോ ദിനചര്യയുടെയും അടിസ്ഥാനം ദൈവം തന്നെയായിരിക്കണം. നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീൻ എന്തായിരിക്കണം? ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ നാം വേക്കപ്പ് ചെയ്യണം, ഉണരണം. സമാധാനത്തിൻ്റെ മുമ്പിൽ നാം ഉണരണം. അവൻ്റെ സോവർണിറ്റിയുടെ മുമ്പിൽ നാം ഉണരണം. അവൻ്റെ സ്റ്റെഡ് ഫാസ്റ്റ്നെസ്സിൻ്റെ മുമ്പിൽ നാം ഉണർന്നേ പറ്റൂ. ഞാനീ പറഞ്ഞ സ്നേഹവും സമാധാനവും സോവർണിറ്റിയും സ്റ്റെഡ് ഫാസ്റ്റ്നെസ്സും എല്ലാം ഉറപ്പുള്ള തൂണ്. ജീവിതത്തിൻ്റെ എന്തെല്ലാം ഭാരങ്ങൾ വന്നാലും ഈ തൂണുകൾ ഒടിഞ്ഞു പോകത്തില്ല, മാറിപ്പോകത്തില്ല. എന്നാൽ സ്ട്രെസ്സും സോറോയും ദുഃഖവും ആദ്യമൊക്കെ വന്നിട്ട് ജീവിതത്തിൽ അനേകർ തലകുത്തി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? ഒരു സോളിഡ് ഫൗണ്ടേഷൻ അവർക്കില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അങ്ങനെ വരുന്നവർ ഓരോ ദിവസവും കിടന്ന് കുഴയുക. ചില ദിവസങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസമാണ്, പക്ഷെ രാവിലെ ഉണരുമ്പോഴേ വെപ്രാളം തുടങ്ങും. അങ്ങനെ വന്നാൽ ഞാൻ പറയട്ടെ, പച്ചയായ ജീവിതം നയിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ എക്സോസ്റ്റഡ് ആയിപ്പോവും അല്ലേ? നമ്മുടെ സ്റ്റാമിന ഇല്ലാതെ പോവും. നമ്മുടെ പോസിറ്റിവിറ്റി, ആ പോസിറ്റീവ് മൂഡൊക്കെ നമ്മുടേത് കുറഞ്ഞു പോവും. എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി എന്ന് തോന്നും. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഒരു നല്ല വിഷയത്തിൽ, ഒരു വലിയ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് എനർജി കൂടിയേ തീരത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള എല്ലാ എനർജിയും സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മുടെ ഓരോ റുട്ടീനും സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ പറ്റും. നമ്മുടെ ജോലികളൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ഓരോ ദിവസവും ബെറ്ററായി വരുവാൻ തക്കവണ്ണം നമുക്കൊരു മോർണിംഗ് റുട്ടീൻ കാണണം. ആ മോർണിംഗ് റുട്ടീൻ ഇറ്റ് ഷുഡ് ബി സെൻറ്റേർഡ് അറൗണ്ട് ഗോഡ് ആൻഡ് ഹിസ് വേർഡ്. അവൻ്റെ സ്വഭാവത്തെ നാം ധ്യാനിക്കണം. അവന് നാം ആരാണെന്ന് നാം എപ്പോഴും ഓർത്തു കൊള്ളണം. ദൈവം അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം? ഓരോ ദിവസവും എനിക്ക് നിങ്ങൾക്കും വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി ഒരുക്കി തരും. കൂടാതെ അവൻ്റെ സ്നേഹവും സമാധാനവും കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഡെയിലി റൂട്ടീൻ ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിച്ച് തുടങ്ങുവാനും തുടരുവാനും സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ യഹോവയുടെ മുഖം കണ്ടുകൊണ്ട് എഴുന്നേൽപ്പാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.